ഫ്രാൻസിസ് മാർപ്പാപ്പ വിട പറഞ്ഞതോടെ വത്തിക്കാനിലെ പാപ്പാപീഠം ശൂന്യമായി. ഇനി അടുത്ത മാർപ്പാപ്പ സ്ഥാനമേൽക്കും വരെ ഇടവേള. പതിവ് രീതി അനുസരിച്ച് പാപ്പയുടെ അരമന കാര്യസ്ഥനായ കർദിനാളാണ് മാർപ്പാപ്പയുടെ മരണം സ്ഥിരീകരിക്കുക. പാപ്പയുടെ മാമോദിസ പേര് 3 തവണ അദ്ദേഹം വിളിക്കും. പ്രതികരണമില്ലെങ്കിൽ മരണം പ്രഖ്യാപിക്കും. മാർപ്പാപ്പയുടെ ശിരസിൽ ഒരു ചെറു വെള്ളി ചുറ്റിക കൊണ്ട് മുട്ടിയായിരുന്നു 1963 വരെ ഇത് ചെയ്തിരുന്നത്. മരണം സ്ഥിരീകരിച്ചാൽ ഔദ്യോഗിക ചാനലുകളിലൂടെ ഇക്കാര്യം ലോകത്തെ അറിയിക്കും. പാപ്പയുടെ താമസ സ്ഥലം അരമന കാര്യസ്ഥൻ പൂട്ടി മുദ്രവെക്കും. പാപ്പ അണിയുന്ന മുക്കുവന്റെ മോതിരവും മാർപ്പാപ്പയുടെ മുദ്രയും തകർക്കും. അന്തരിച്ച മാർപ്പാപ്പയുടെ ഭരണകാലം കഴിഞ്ഞു എന്നതിൻ്റെ പ്രതീകമാണ് ഈ ചടങ്ങ്. മരിച്ച് 4 മുതൽ 6 ദിവസത്തിനുള്ളിൽ മാർപ്പാപ്പയുടെ സംസ്കാരം നടത്തണമെന്നാണ് ചട്ടം. മറ്റെവിടെയെങ്കിലും അന്ത്യവിശ്രമം വേണമെന്ന് മാർപ്പാപ്പ പറഞ്ഞിട്ടില്ലാത്ത പക്ഷം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാകും അടക്കം. എന്നാൽ റോമിലെ എസ്കിലിനോയിലുള്ള സാന്താ മരിയ മാർജോരി ബസിലിക്കയിൽ അടക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകളെ തുടർന്ന് 9 ദിവസമാണ് ദുഃഖാചരണം. ഇനി പോപ്പിന്റെ മരണശേഷം തുടർന്ന് വത്തിക്കാനിൽ നടക്കുന്നത് ഇതൊക്കെയാണ്. മാർപ്പാപ്പയുടെ സംസ്കാരം അടുത്ത 4-6 ദിവസങ്ങൾക്കുള്ളിൽ നടക്കും. മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം വത്തിക്കാന് പുറത്ത് റോമിലെ സെന്റ് മേരീസ് ബസിലിക്കയിലാവും അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമം. പോപ്പ് നിർദ്ദേശിച്ച പ്രകാരം ആഡംബരങ്ങളില്ലാത്ത ഒരു സാധാരണ പേടകത്തിലാവും അടക്കം. ഇനി മാർപ്പാപ്പയുടെ ഉത്തരവാദിത്തങ്ങൾ തൽക്കാലം നിർവഹിക്കുക കർദിനാൾമാരുടെ കൂട്ടായ്മയായിരിക്കും. തുടർന്ന് 15 മുതൽ 20 ദിവസത്തിനകം കത്തോലിക്ക സഭയിലെ മുഴുവൻ കർദിനാൾമാരും വത്തിക്കാൻ സിറ്റിയിലെത്തും. കർദിനാൾമാർ എല്ലാവരും എത്തുന്നതോടെ അടുത്ത മാർപ്പാപ്പയെ കണ്ടെത്താനുള്ള കോൺക്ലേവ് ആരംഭിക്കും. വത്തിക്കാൻ സിറ്റിയിലെ വിഖ്യാതമായ സിസ്റ്റൈൻ ചാപ്പലിലാണ് കോൺക്ലേവ് ചേരുക. കോൺക്ലേവ് തുടങ്ങുന്നതോടെ ചാപ്പൽ പൂർണ്ണമായി അടയ്ക്കും. പുതിയ മാർപ്പാപ്പയെ കണ്ടെത്തും വരെ കർദിനാൾമാർ ചാപ്പലിൽ തുടരും. വോട്ടെടുപ്പിലൂടെയാണ് പുതിയ മാർപ്പാപ്പയെ കണ്ടെത്തുക. ഈ വോട്ടെടുപ്പ് പല റൗണ്ടുകളിലായി ദിവസങ്ങൾ നീണ്ടേക്കാം. കോൺക്ലേവ് ആഴ്ചകൾ വരെ നീളുകയും ചെയ്യും. അതിനിടെ കർദിനാൾമാർ മരണപ്പെട്ട സംഭവങ്ങളും ചരിത്രത്തിലുണ്ട്. ഓരോ വോട്ടെടുപ്പിന് ശേഷവും ബാലറ്റ് പേപ്പറുകൾ ചാപ്പലിനുള്ളിൽ തന്നെ കത്തിക്കും. ചാപ്പലിലെ പുകക്കുഴലിലൂടെ കറുത്ത പുക വന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം കണ്ടില്ലെന്നർത്ഥം. ഇനി ചാപ്പലിൽ നിന്നും വെളുത്ത പുക വന്നാൽ പുതിയ പോപ്പിനെ തെരഞ്ഞെടുത്തുവെന്നർത്ഥം. വെളുത്ത പുക വന്ന് നിമിഷങ്ങൾക്കകം സിസ്റ്റൈൻ ചാപ്പലിൽ നിന്നും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന മട്ടുപ്പാവിൽ പുതിയ മാർപ്പാപ്പ ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഹബേമൂസ് പാപ്പം എന്ന് ലത്തീനിൽ വിളിച്ചു പറയും. നമുക്ക് പാപ്പയെ കിട്ടി എന്നാണ് ഇതിനർത്ഥം.